സർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് മുമ്പ് ഭിന്ദ്രൻവാല കീഴടങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ ഒരു നീക്കം പൊളിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. റിപ്പോർട്ടല്ല, പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കേണൽ അമരീന്ദർ സിംഗ്, പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പഠിച്ച് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് കേണലായ സിഖ് റെജിമെൻറ്റിൽ പ്രവർത്തിച്ചിട്ട് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് അമരീന്ദർ സിംഗ്. അമരീന്ദർ സിംഗിൻ്റെ അനുഭവങ്ങളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഹരീന്ദർ ബൗജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദേ വിൽ ഷൂട്ട് യു മാഡം, മൈ ലൈഫ് ത്രൂ കോൺഫ്ലിക്റ്റ്. അവർ നിങ്ങളെ വെടിവെക്കും, നിങ്ങളുടെ പിന്നെ സംഘർഷങ്ങളിലൂടെ എൻ്റെ ജീവിതം എന്നാണ് മലയാളം. ആ പുസ്തകത്തിൻ്റെ മലയാളം ഏതാണ്ട് പരിഭാഷ അങ്ങനെയാണ്. ആ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ അമരീന്ദർ സിംഗ് പറഞ്ഞിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഭിന്ദ്രൻവാലയുടെ അറിയാം, ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല വലിയ ഭീകരനായിരുന്നു. ഖലിസ്ഥാൻ വിഘടനവാദം, ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്ന് അവർ വലിയ സായുധ സേനയുണ്ടാക്കി. ഈ സുവർണ ക്ഷേത്രത്തിൽ കയറി തമ്പടിച്ചു. സുവർണ ക്ഷേത്രം അവസാനം ഇന്ദിരാഗാന്ധിക്ക് മിലിറ്ററി ഓപ്പറേഷൻ വഴി സുവർണ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഭിന്ദ്രൻവാലയെ അതിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അപ്പോൾ സുവർണ ക്ഷേത്രത്തിന് കുറേ പരിക്കൊക്കെ പറ്റി നമ്മൾ അകാൽ തഖ്ത് ഉൾപ്പെടെ പുനർനിർമ്മിച്ചു രാജ്യത്ത്. പക്ഷേ അത് സിഖുകാരിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ചെങ്കിലും അത് വലിയ മുറിവുണ്ടാക്കി. അതിൻ്റെ പകയായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ ഭടന്മാർ വെടിവെച്ചു വന്നു. അവിടെയും തീർന്നില്ല. അതിനുശേഷം ഒരു വൻമരം വീഴുമ്പോൾ സ്വാഭാവിക പ്രതിഭാസങ്ങൾ ഉണ്ടാകും എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞ സംഭവം നടക്കുന്നു. അതായത് ആയിരക്കണക്കിന് സിഖുകാരെ ഡൽഹിയിൽ കൂട്ടക്കൊല ചെയ്തു. കോൺഗ്രസ്സുകാരാണ്, ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ സിഖുകാരെ ജീവനോടെ പിടിച്ച് കത്തിച്ചു കൊന്നു, അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നു, അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി. അങ്ങനെ ഈ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിഖ് കൂട്ടക്കൊല. ഇന്നും സിഖ് സമുദായത്തിന് അതിൻ്റെ മുറിവുണങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ സിഖുകാരെന്ന് പറയുന്നവരെ ആകെ ഈ രാജ്യത്തിന് വിരുദ്ധരാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടത് ഈ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷമാണ്. അതിനൊരു സമൂഹം, ഒരു സമുദായം വലിയ വില കൊടുക്കേണ്ടി വന്നു. അവരുടെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നതിൻ്റെ ഭാഗമാണ് ഈ ഖലിസ്ഥാൻ വാദമൊക്കെ. ഇപ്പോഴും വിദേശത്ത് കാനഡയിലൊക്കെ കേന്ദ്രീകരിച്ച് ഖലിസ്ഥാൻ വാദം ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ ഭിന്ദ്രൻവാലയെ സത്യത്തിൽ ആരാണ് വളർത്തിയത്? ഭിന്ദ്രൻവാലയെ വളർത്തിയത് ഇന്ദിരാഗാന്ധി തന്നെ. ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അകാലിദൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വിരുദ്ധ മൂവ്മെൻറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഒരു ചെറ്റുപട്ടിയെ പോലെ ഇന്ദിരാഗാന്ധി വളർത്തിയെടുത്ത ആളാണ് ഭിന്ദ്രൻവാല. പക്ഷേ ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിയുടെ ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ, ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതുപോലെയാണ്. അവസാനം ഭസ്മാസുരൻ മഹാദേവനെ തേടി വന്നതുപോലെ ഇന്ദിരാഗാന്ധിയെ മഹാദേവൻ്റെ സ്ഥാനത്ത് ഞാൻ വെക്കുമെന്നല്ല കേട്ടോ. അപ്പോൾ തേടി വന്നതുപോലെ ഇന്ദിരാഗാന്ധിയെ തേടി വന്നു ഭിന്ദ്രൻവാല. ഇന്ദിരാഗാന്ധി അതിന് ഇരയാവുകയും ചെയ്തു. ഏതായാലും ഇപ്പം ഈ പുസ്തകത്തിൽ പറയുന്നത് ഭിന്ദ്രൻവാല 2 തവണ തൻ്റെ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നു, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. ഈ ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമരീന്ദർ സിംഗ് തന്നെ മുന്നോട്ട് വെച്ചു, ഇന്ദിരാഗാന്ധി വരണ്ട, ഇനിയിപ്പം പക്ഷേ നെഹ്റു കുടുംബത്തിലെ ഒരാൾ വേണം സംസാരിക്കാൻ. അതിന് രാജീവ് ഗാന്ധിയെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ രാജീവ് ഗാന്ധിയെ സജസ്റ്റ് ചെയ്തു. രാജീവ് ഗാന്ധി ചർച്ചയ്ക്ക് പോകാൻ തയ്യാറായി. 1982 ഈ സംഭവം ഉണ്ടാകുന്നത്. 82 രാജീവ് ഗാന്ധിയെ കൊണ്ട് ഈ ഭിന്ദ്രൻവാലയെ കാണാനായിട്ട് അംബാല എയർബേസിലേക്ക് പോകാൻ വേണ്ടി സഫ്ദർജംഗ് എയർപോർട്ടിലേക്ക് പോയി. അവർ രണ്ടുപേരും കൂടെ കാറിൽ അമരീന്ദർ സിംഗും രാജീവ് ഗാന്ധി കൂടെ സഫ്ദർജംഗ് എയർപോർട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രത്യേക വിമാനം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ആ വിമാനത്തിൽ കയറി അംബാലയിലെ എയർഫോഴ്സ് താവളത്തിൽ ഇറങ്ങുക, അവിടെ വെച്ച് ഭിന്ദ്രൻവാലയെ കാണാം എന്നായിരുന്നു തീരുമാനം. അങ്ങനെ ഇവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സഫ്ദർജംഗ് എയർപോർട്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഫോൺ വരുന്നു, മെസ്സേജ് വരുന്നു, വയർലെസ് മെസ്സേജ് വരുന്നു. ഫോണല്ല, വയർലെസ് വന്നു, മൊബൈലില്ലല്ലോ. വയർലെസ് മെസ്സേജ് വരുന്നു, യാത്ര അബോർട്ട് ചെയ്യുക, യാത്ര ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നു. ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശമാണ്. അപ്പോൾ അവർ തിരിച്ചു പോയിട്ട് ഭിന്ദ്രൻവാലയോട് അമരീന്ദർ സിംഗ് കള്ളം പറഞ്ഞു. അതായത് ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ പിന്നീട് ഫർദർ ഡയലോഗ്സ് നടക്കില്ല. അതുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് പുറപ്പെടാനുള്ള വിമാനത്തിന് ഒരു ടെക്നിക്കൽ സാങ്കേതിക തകരാറുണ്ടായി, അതുകൊണ്ട് വരുന്നില്ല, മറ്റൊരിക്കലാവാം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു എന്നാണ് ഈ പുസ്തകത്തിൽ ഹരീന്ദർ ബാവുജയുടെ പുസ്തകത്തിൽ പറയുന്നത്. അമരീന്ദർ സിംഗിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഈ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം തീരുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന്
ഈ ബിന്ദ്രൻവാല ഈ അംബാല എയർഫോഴ്സ് താവളത്തിലേക്ക് വന്നു. എയർഫോഴ്സ് താവളത്തിലേക്ക് വന്ന് അവിടെ കാത്തിരുന്നു. അങ്ങനെ ഇത്തവണ സഫ്ദർജംഗിൽ നിന്ന് രാജീവ് ഗാന്ധിയും അമരീന്ദർ സിംഗും കയറിയ പ്രത്യേക വിമാനം അംബാലയിലേക്ക് പറന്നു. അംബാലയിൽ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് പൈലറ്റിന് ഒരു റേഡിയോ സന്ദേശം വന്നു, തിരിച്ചു പോരുക, ഈ ചർച്ച നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അംബാലയിൽ ആ വിമാനം ഇറങ്ങാതെ രാജീവ് ഗാന്ധിയെയും അമരീന്ദർ സിംഗുമായി ഈ വിമാനം തിരിച്ച് വീണ്ടും ഡൽഹിക്ക് പറഞ്ഞു. അപ്പോൾ 2 തവണയും ബിന്ദ്രൻവാല ചർച്ചയ്ക്ക് തയ്യാറായി വന്നിട്ട് ഈ 2 തവണയും ചർച്ചയിൽ നിന്ന് പിന്മാറിയത് വേണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട്, അതും അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധിയായിട്ട് തൻ്റെ മകനെ ചർച്ചയ്ക്ക് അയച്ചു. ഇതിന് കാരണം പറയുന്നത് അന്ന് ദർബാറ സിംഗ് ആണ് പഞ്ചാബ് മുഖ്യമന്ത്രി. പഞ്ചാബ് മുഖ്യമന്ത്രിയായ ദർബാറ സിംഗ് ഇന്ദിരാഗാന്ധി വിളിച്ചു പറഞ്ഞത്രേ, അല്ല ബിന്ദ്രൻവാലയുടെ അടുത്തേക്കൊക്കെ പോയാൽ എങ്ങനെയാണ്, കൊച്ചനെ അങ്ങോട്ട് അയച്ചാൽ അപകടമല്ലേ, ജീവന് ഭീഷണിയുണ്ട്. അന്ന് സെയിൽ സിംഗ് ആണ് ആഭ്യന്തരമന്ത്രി. ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വിടണ്ട എന്ന് വിട്ടത് ശരിയാണോ എന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി വെറുതെ ടെലഫോണിൽ ഇന്ദിരാഗാന്ധിയോട് ഒന്ന് ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മാതൃഹൃദയം അലിഞ്ഞതുകൊണ്ടാണ് രാജീവ് ഗാന്ധിയെ തിരിച്ചു വിളിച്ചതെന്ന് പറയണം. പക്ഷേ എത്ര നിരർത്ഥകമായൊരു വാദമാണെന്ന് നോക്കൂ. ബിന്ദ്രൻവാല വന്നിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അംബാല ബേസിലാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ താവളത്തിൽ ബിന്ദ്രൻവാല വന്നിരിക്കുകയാണ്. അവിടേക്ക് രാജീവ് ഗാന്ധി വന്നാൽ എന്ത് ചർച്ചയാണ്, ചർച്ചകളൊക്കെ വന്നാൽ എന്ത് ഭീഷണിയാണ് രാജീവ് ഗാന്ധിക്ക് ഉണ്ടാവുക? കാരണം ചുറ്റും പട്ടാളം നിൽക്കില്ലേ. ബിന്ദ്രൻവാല നിരായുധനായിരിക്കണം. വേണ്ടി വന്നാൽ പരമാവധി അയാളുടെ കൃപാണുണ്ടാവും. സിഖുകാർക്ക് എവിടെ പോകുമ്പോഴും കൃപാൺ കൊണ്ടു കിടക്കാം. അത് വിമാനത്തിൽ പോയാൽ പോലും സെക്യൂരിറ്റി ചെക്ക് പോലും ഇവർക്ക് കൃപാൺ കൊണ്ടു കിടക്കുന്നതിന് ഇളവുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം അത് ധരിക്കാം. കാരണം അവരുടെ ഈ പറയുന്ന പോലെ ടർബൻ കെട്ടുന്നത് പോലെ, തലയിൽ കെട്ടുന്നുണ്ടല്ലോ, ടർബൻ കെട്ടുന്നത് പോലെ അവരുടെ മതചര്യയുടെ ഭാഗമാണ് ഈ കൃപാൺ കൊണ്ടു നടക്കുക. അപ്പോൾ ഈ കൃപാൺ മാത്രം ഉണ്ടായി. എന്നാൽ പോലും രാജീവ് ഗാന്ധിയുടെ കൂടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും, സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇന്ത്യൻ വ്യോമസേനയുടെ താവളത്തിലാണ്. അവിടേക്ക് പോലും സ്വന്തം മകനെ അയക്കാൻ പേടിയുണ്ടായിരുന്ന ഒരു ഭീരുവായിരുന്നു ഇന്ത്യയുടെ ഉരുക്കു വനിതയായിരുന്ന ഇന്ദിരാഗാന്ധി എന്നുള്ള വെളിപ്പെടുത്തലാണ് വരുന്നത്. അപ്പോൾ തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ, മക്കൾ എത്ര വലുതായാലും അമ്മയ്ക്ക് കുഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബിന്ദ്രൻവാല എന്ന് പറയുന്ന ഭീകരൻ പിന്നീട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള നിർഭാഗ്യകരമായ, ഇന്ദിരാഗാന്ധിയുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന, ജീവൻ പോലും നഷ്ടപ്പെടുന്ന ആ ദുരന്തം ഒഴിവാക്കാൻ പോലും കഴിയുമായിരുന്നു ഒരു പക്ഷേ രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ബിന്ദ്രൻവാലയുടെ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ രാജ്യധർമ്മം എന്ന് പറയുന്നത് തൻ്റെ മക്കളോടുള്ള സ്നേഹം വരുമ്പോൾ, ഇനിയിപ്പോൾ മറ്റൊന്നാലോചിച്ചു, രാജീവ് ഗാന്ധിനെ ഏതെങ്കിലും ഒരു ഭീകര സംഘടന പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ റാൻസമായിട്ട് നമ്മുടെ ജയിലുകളിൽ കിടക്കുന്ന ഭീകരന്മാരെ വിട്ടുതരണം, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് വെച്ചാലും ഇന്ദിരാഗാന്ധി അംഗീകരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ വലിയൊരു പരിവേഷം ഉണ്ടാക്കി കാണിക്കുന്ന ഇന്ദിരാഗാന്ധി എത്ര ദുർബലയായിരുന്നു, എത്ര ഭീരുവായിരുന്നു എന്ന് വെളിവാക്കുന്ന കാര്യങ്ങളാണ് ദേ വിൽ ഷൂട്ട് യു മാഡം മൈ ലൈഫ് ത്രൂ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഈ ഹരീന്ദർ ബാബുജിയുടെ പുസ്തകത്തിലൂടെ പുറത്തു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊന്നും പറയുന്നുണ്ട്. 81 മറ്റൊരു സംഭവം കൂടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 81 പഞ്ചാബ് കേസരി എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ലാലാ ജഗത് നരേൻ എന്ന് പറയുന്ന ഒരാളെ ബിന്ദ്രൻവാലയും സംഘവും വെടിവെച്ചു കൊന്നു. ബിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. പക്ഷേ വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായി. നോക്കൂ, നിയമവാഴ്ചയെ എങ്ങനെ ഒരു കൊലക്കേസിൽ പ്രതിയായ ആളെ രക്ഷിക്കാൻ വേണ്ടി നിയമവാഴ്ചയെ എങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വളച്ചൊടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന സെയിൽ സിംഗ്, ഈ സെയിൽ സിംഗ് പിന്നീട് രാഷ്ട്രപതിയായി. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന സെയിൽ സിംഗ് പിന്നീട് രാഷ്ട്രപതിയാവുകയും സെയിൽ സിംഗും രാജീവ് ഗാന്ധിയും തമ്മിൽ വലിയ തർക്കമുണ്ടായി. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിൽ വലിയ ക്ലാഷ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന സംഘർഷം പോലെ ഇന്ത്യൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിൽ വലിയ തർക്കം ഉണ്ടായിരുന്ന കാലമാണ് ഈ സെയിൽ സിംഗിൻ്റെ രാഷ്ട്രപതി പീരീഡ്. അപ്പോൾ പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സെയിൽ സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞു, അല്ല ബിന്ദ്രൻവാലയെ ഞങ്ങൾ വിട്ടയച്ചു. നോക്കൂ, ഒരു സംസ്ഥാനം കൊലപാതക കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. കേന്ദ്രത്തിന് ഒരാളെ വിട്ടയക്കാനോ ഒന്നും വകുപ്പില്ല. സംസ്ഥാന സർക്കാർ അറസ്റ്റ് ചെയ്തു. ജയിലിൽ കഴിയുന്ന പ്രതിയെ വിട്ടയക്കാൻ നിർദ്ദേശം കൊടുത്തു. കാരണം അയാൾക്കെതിരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ബിന്ദ്രൻവാലയെ വിട്ടയക്കാൻ പഞ്ചാബ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ആളാണ്
സെയിൽ സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സെയിൽ സിംഗ്, എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ അത് പാർലമെൻറ്റിൽ വന്ന് പറഞ്ഞു. അതിനുശേഷം ഈ അമരീന്ദർ സിംഗിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്ത് ഹരീന്ദർ ബാവുജ ഈ പുസ്തകത്തിൽ പറയുകയാണ്, അതിനുശേഷം തന്നെ ജയിലിൽ നിന്ന് വിട്ടയച്ചപ്പോൾ ഭിന്ദ്രൻവാല ഡൽഹിയിൽ വന്നൊരു ആഘോഷം നടത്താൻ തീരുമാനിച്ചു. ഏതാണ്ട് 100ഓളം ആളുകളുമായി ഭിന്ദ്രൻവാല ഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തിയിട്ട് ഭിന്ദ്രൻവാല വന്നതെങ്ങനെയെന്ന് പറയും, ഈ 100ഓളം ആളുകളുടെ കയ്യിൽ AK-47 ഉൾപ്പെടെയുള്ള തോക്കുകളുണ്ടായിരുന്നു. ഇവർ ഈ തോക്കുകളും പിടിച്ച് ഡൽഹിയുടെ പരസ്യമായി ആഘോഷത്തോടെ ഒരു ജാഥ നടത്തി, പ്രകടനം നടത്തി. നമ്മുടെ രാജ്യത്ത് ആയുധം കയ്യിൽ വെക്കുന്ന കുറ്റകരമാണ്. AK-47 പോലെയുള്ള തോക്കുകൾ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റില്ല. നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് പിസ്റ്റൾ മാത്രം വാങ്ങാനാണ്, റിവോൾവറോ പിസ്റ്റളോ വാങ്ങാനാണ് ഒരു ഇന്ത്യൻ പൗരന് അനുമതി കിട്ടുന്നത്. പക്ഷേ അതൊന്നുമില്ലാതെ ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തകരായ ഭിന്ദ്രൻവാലയും സംഘവും സെയിൽ സിംഗ് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരിക്കെ കൊലപാതക കേസിൽ വിട്ടയച്ചപ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ 100ഓളം അനുയായികളുമായി യന്ത്രത്തോക്കുകളുമായി പ്രകടനം നടത്തി. സ്വാഭാവികമായി എന്ത് ചെയ്യും കേന്ദ്ര സർക്കാർ? ഡൽഹി സർക്കാർ എന്താ ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യണം, അല്ലേ? അറസ്റ്റ് ചെയ്യണം, ജാമ്യം കിട്ടത്തില്ല, ആ തോക്കുകൾ പിടിച്ചെടുക്കണം. ഒന്നും ചെയ്തില്ല. അപ്പോൾ ഭിന്ദ്രൻവാലയെ എങ്ങനെയൊക്കെയാണ് വളർത്തിയത്, ഭിന്ദ്രൻവാലയെ എങ്ങനെയൊക്കെയാണ് ഇന്ദിരാഗാന്ധി ഭയന്നത് എന്നത് വ്യക്തമാക്കുന്നൊരു പുസ്തകമാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഹരീന്ദർ ബാവുജയുടെ പുസ്തകം. അത് പ്രത്യേകിച്ച് അതിനകത്തെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ദിരയുടെ പാർട്ടിയിലെ പ്രധാനിയായിരുന്ന, ഇന്ദിരയുടെ വിശ്വസ്തനായിരുന്ന ഒരു മുൻ സൈനികൻ കൂടിയായ പഞ്ചാബിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എഴുതിയതാണ് എന്നുകൂടി വരുമ്പോൾ ഈ വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പുസ്തകമാണ് ദേ വിൽ ഷൂട്ട് യു മാഡം, മൈ ലൈഫ് ത്രൂ കോൺഫ്ലിക്റ്റ്. ദേ വിൽ ഷൂട്ട് യു മാഡം എന്ന് പറഞ്ഞാൽ മാഡം നിങ്ങളെ അവർ വെടിവെക്കും എന്നാണ്, നിങ്ങളെ അവർ കൊല്ലുമെന്നാണ്, അല്ലേ? വെടിവെക്കും എന്നല്ല, നിങ്ങളെ കൊല്ലും എന്നാണ് എൻ്റെ മീനിങ്. വെടിവെക്കുമെന്നാണെങ്കിൽ ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ ആരെ കൊല്ലുന്നതാണ്? ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നതാണ്. ഇതാര് പറഞ്ഞതാണ്? അമരീന്ദർ സിംഗ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാണ്. അതായത് ഈ ഭീകരന്മാരെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ അവർ നിങ്ങളെ തന്നെ കൊല്ലുമെന്ന് ഇന്ദിരയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ആര്? അമരീന്ദർ സിംഗ്. എന്നിട്ടും കേട്ടില്ല. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം കിട്ടാൻ വേണ്ടി ഭിന്ദ്രൻവാലയെ വളരാൻ സമ്മതിച്ചു ഇന്ദിരാഗാന്ധി. ഭിന്ദ്രൻവാലയുടെ തോക്കിന് തന്നെ ഇരയായി. എന്നാൽ ഭിന്ദ്രൻവാല ആയുധം വെച്ച് കീഴടങ്ങാൻ വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നപ്പോൾ അങ്ങോട്ട് പട്ടാളത്തിൻ്റെ താവളത്തിലായിരുന്നിട്ട് പോലും തൻ്റെ മകനെ ചർച്ചയ്ക്ക് അയക്കാൻ ധൈര്യമില്ലാതിരുന്ന ഒരു ഭീരുവായിരുന്നു ഇന്ദിര എന്നുകൂടി ഈ പുസ്തകം പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.